തൃണവൽഗണിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. മുസ്ലിം നാമധാരി എന്നുള്ള പേര് മാത്രമാണ്, മുസ്ലിമാണെന്നുള്ള പേര് മാത്രമാണ്. മുസ്ലിം നാമധാരിയായ വ്യക്തിയാണവൻ. ശരീരം മുഴുവൻ പച്ച പുതച്ചുകൊണ്ട്, കൈ മുഴുവൻ 19 മോതിരം ഇട്ടുകൊണ്ട് ഏതെങ്കിലും മഖാമിൽ പോയിരുന്നുകൊണ്ട് സ്വന്തം പ്രിയപ്പെട്ട ഭാര്യയെ വിധവയാക്കുന്നവരെ, സ്വന്തം മക്കളെ അനാഥരാക്കുന്നവരെ പാടില്ല സഹോദര, പാടില്ല. ഒരു വിവാഹം നീ കഴിഞ്ഞവനാണോ, അതിൽ 4-5 മക്കളുള്ളവനാണോ, ആ മക്കൾക്കും കുടുംബത്തിനും നീ അന്നം കൊടുക്കണേ, അവരെ നീ പരിപാലിക്കണേ, അവർക്ക് ആഹാരം കൊടുക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. ഒരു ഭർത്താവിന് അവരുടെ പ്രിയപ്പെട്ട ഭാര്യയോടുള്ള കടമയിൽപ്പെട്ടതാണ് അവർക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും കൊടുക്കുക എന്നുള്ളത്. കല്യാണം കഴിഞ്ഞിട്ട് 2-3 മക്കളാകുമ്പോ ആ നാട്ടിൽ നിന്ന് പറന്നകന്ന് പോയിട്ട് ദൂരെയുള്ള കൊല്ലം ജില്ലയിൽ പോയിട്ട് നല്ല സുന്ദരിയായ പെണ്ണിനെ വിവാഹം കഴിക്കുകയാ. ആ പെണ്ണിൽ നിന്ന് 4-5 മക്കളുണ്ടാകുമ്പോ അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്, വയനാട്ടിലേക്ക് ചുരം കയറി പോവുകയാണ്. അവിടെ ചെന്നുകൊണ്ട് നല്ല സുന്ദരിയായ ഒരു പെണ്ണിന് വീണ്ടും വിവാഹം കഴിക്കുകയാ. ഇങ്ങനെ കല്യാണം കഴിക്കുന്നു, വിവാഹം കഴിക്കുന്നു, കുട്ടികൾ ധാരാളം ഉണ്ടാകുന്നു. ചിലവ് കൊടുക്കേണ്ട സമയത്ത് മുങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരെ, യുവാക്കളെ, എത്രയെത്ര ആളുകളാണ് അങ്ങനെയുള്ളത്. സ്വന്തം പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാർ അവസാനം അമ്പരപ്പെട്ടിട്ട് ഏതെങ്കിലും കഥയല്ല ഇത് പറയുന്നത് പോലെയുള്ള റിയാലിറ്റി ഷോകളിൽ വന്നുകൊണ്ട് ശരീരം മുഴുവനും വീർത്തുകൊണ്ട്, നൊമ്പരപ്പെട്ടുകൊണ്ട്, വിഷമിച്ചുകൊണ്ട്, ദുഃഖിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട് അവരുടെ മുഴുവൻ കാര്യങ്ങളും തുറന്നു പറയുമ്പോ മുസ്ലിം സമുദായമേ ലജ്ജിക്കണേ, ലജ്ജിക്കണേ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭർത്താവ് കുടുംബത്തിൽപ്പെട്ടവനാണോ എന്ന് നോക്കണേ, ദീനുള്ളവനാണോ എന്ന് നോക്കണേ, മതബോധമുള്ളവനാണോ എന്ന് നോക്കണേ. തൊലിവെളുപ്പിന്റെ പുറത്ത് വിവാഹം കഴിച്ചു കൊടുത്തിട്ട് അവസാനം കൈയടിക്കേണ്ട ദുരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തിലെ അംഗമാര് ഇനി പോകാൻ പാടില്ല സഹോദര, ഇനി പോകാൻ പാടില്ല. ഉമ്മമാരെ പഠിച്ചു വെക്കണേ, ചിന്തിക്കണേ. എത്രയെത്ര കുടുംബങ്ങളാണ് തകരുന്നത്, എത്രയെത്ര കുടുംബങ്ങളാണ് അനാഥരാകുന്നത്, എത്രയെത്ര പെണ്ണുങ്ങളാണ് വിധവകളാകുന്നത്. ഭർത്താക്കന്മാര് ചെലവ് കൊടുക്കാതെ പ്രവാസ ലോകത്ത് സുഖജീവിതം നയിക്കുകയാ. അവിടെ വിവാഹം കഴിച്ചുകൊണ്ട് സുഖാന്മാരുമായി കഴിയുകയാണ്. തൊലി കറുത്തുപോയതിന്റെ പേരിൽ, അല്ലെങ്കിൽ വെളുത്തതായ പെണ്ണ് തൊലി ചുറ്റി ചുളിഞ്ഞു പോയതിന്റെ പേരിൽ ആ പാവപ്പെട്ട പെങ്ങളെ മറക്കരുതേ ചെറുപ്പക്കാരെ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമൻ ആരെന്നറിയണോ, ആരെന്നറിയണോ, നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ഉത്തമനായവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി